എൻ്റെ ചേച്ചി കുളിപ്പിച്ച് കൊച്ചില്ലതായെന്ന് പറഞ്ഞ പോലെ കഴുകി സ്വർണം തേഞ്ഞു പോകുമല്ലോ. അത് ഈ മമ്മിയും പപ്പയും ഉണ്ടല്ലോ, ഞാൻ ഉണ്ടായപ്പോൾ തൊട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് മമ്മി ചിട്ടിയൊക്കെ പിടിച്ചാ ഓരോ സ്വർണം സ്വരുക്കൂട്ടി വെച്ചതേ. അതെനിക്ക് എന്തെങ്കിലും അഴുക്ക് പറ്റിയിരിക്കുന്നുണ്ടാ ഭയങ്കര മനപ്രയാസമാണ്. ഈ സ്വർണം എന്ന് പറഞ്ഞുണ്ടല്ലോ, അത് 916 അത് കാര്യമായിട്ട് നോക്കണം. പോകത്തില്ലേ ഒരു സ്ത്രീ ഒരുപോലെ തേച്ചും എനിക്ക് നന്നായിട്ട് നമ്മുടെ കയ്യിലും എല്ലാം വെക്കാം. പിന്നെ വെച്ചാൽ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. മമ്മിയാണ് ഒരുപാട് ചിട്ടി കൂടി തന്നെ ഈ ഓടെല്ലാം നമ്മുടെ അപ്പനമ്മമാരെ ഒത്തിരി കഷ്ടപ്പെട്ട ഈ സ്വർണ്ണമൊക്കെ തരുന്നേ. അപ്പൊ അവരുടെ കഷ്ടപ്പാട് നമ്മൾ എന്തെങ്കിലും ഒരു വില കൊടുക്കണ്ടേ. അപ്പൊ ഇതുപോലെ തേച്ചും എനിക്ക് നന്നായിട്ട് നമ്മുടെ കയ്യിലും എല്ലായിടത്തും വെക്കാം. മമ്മിയാണെങ്കിൽ ഒരുപാട് ചിട്ടി കൂടി തന്നെ ഈ ഗോൾഡ് എല്ലാം കണ്ടുപിടിച്ചത്. അപ്പൊ പിന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ എനിക്ക് ഉണ്ടല്ലോ. അത് നമ്മളെപ്പോഴും ഇങ്ങനെ വൃത്തിയായിട്ട് ഇങ്ങനെ എല്ലാം എടുക്കുക. അത് കാണുമ്പോൾ എന്റെ മമ്മിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതിന്റെ ബാറ്ററി പോയതാണോ തോന്നുന്നത്? അയ്യോ, ഇതിന്റെ ബാറ്ററി മാറ്റി വെക്കാൻ ഒത്തിരി പൈസ ആകത്തില്ലേ? അല്ലെങ്കിൽ തന്നെ എന്തൊരു ചെലവാ ഇവിടെ. പലചരക്ക് കടയിൽ 7800, കറണ്ട് ബില്ല് 2200, പിന്നെ കാറും 2 വീലറും എല്ലാം ഓടിക്കുന്നതിന് പെട്രോൾ ചാർജ് 1700, മീൻകാരന് 2200. എന്താ ഇത് മോളെ? വീടല്ലേ, ഓരോ വരവ് ചെലവൊക്കെ ഓരോ മാസം അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയും കുറഞ്ഞെന്നൊക്കെ ഇരിക്കും. അപ്പം എപ്പോഴും ഒരുപോലെ ആവുമോ? എൻ്റെ വീട്ടിലിങ്ങനെ അധിക ചിലവൊന്നുമില്ല. അവിടെയെല്ലാം നല്ല പ്ലാൻ ചെയ്ത കാര്യങ്ങൾ വരുന്നത്. ഓരോ മാസം ഇന്ന കാര്യങ്ങൾ. ഓ, ഇത്ര അളന്ന് മുറിച്ച് ജീവിക്കുന്നവരായിട്ടാണോ കടം വീട്ടാൻ വേണ്ടിയിട്ട് നിന്റെ വള ചോദിച്ചത്? ഓഹോ, അതെ. എൻ്റെ അപ്പൻ ഇടനില നിന്നുകൊണ്ട് കുറച്ച് പേർക്ക് പൈസ കൊടുത്തായിരുന്നു. ആ പറഞ്ഞ ഡേറ്റിൽ അവർക്ക് കൊടുക്കാൻ പറ്റിയില്ല. എൻ്റെ അപ്പൻ അഭിമാനം ഉള്ളതുകൊണ്ട് എൻ്റെ അപ്പൻ ആ പൈസ കൊടുത്തു. അല്ല, ഇവരുണ്ടാക്കി തന്ന പൈസയ്ക്ക് അവരിച്ചിരി സ്വർണ്ണം അങ്ങ് തിരിച്ചു മേടിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നാ? എൻ്റെ സ്വർണ്ണം ഞാൻ എൻ്റെ വീട്ടുകാർക്ക് കൊടുക്കും. എൻ്റെ അപ്പനെ കൊച്ചാക്കനൊന്നും ആരും നോക്കുമെന്നും വേണ്ട. എൻ്റെ അപ്പനെ കൊച്ചാക്കണ്ടോ? അല്ലെങ്കിൽ ചേച്ചിക്ക് എപ്പോഴുള്ള നമ്മുടെ വീട്ടുകാർ താത്തിക്കെട്ടുള്ള സംസാരം. ചേച്ചി കണ്ട് കൊമ്പത്തിയാണ് നമുക്കൊന്നും ഇല്ലെന്നുള്ള ഇത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിമ്മിയുടെ വീട്ടുകാർ കഷ്ടപ്പെട്ട എല്ലാം ഉണ്ടാക്കി കൊടുത്ത് അതിൽ നമുക്കാർക്കും കണ്ണ് വേണ്ടാന്ന്. പ്രത്യേകിച്ച് നിനക്ക്. ഓ, എനിക്കൊന്നും വേണ്ട, എനിക്ക് സമാധാനം കിട്ടിയാൽ മതി. ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞ് ഇവിടെ കുശുമ്പ് മുന്നായ്മ ഉണ്ടാക്കില്ലെന്ന് കേട്ടോ. ചേട്ടാ, ഞാൻ കുശുമ്പൂത്തുന്നൊന്നുമല്ല, ഞാൻ ഓരോന്ന് കേൾക്കുന്നതല്ലേ. ചേച്ചി നൈസായിട്ട് നമുക്കിട്ട് എല്ലാം ആക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഒന്ന് മനസ്സിലാവാഞ്ഞിട്ടാ. നമ്മളാരെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വന്നൊന്നുമല്ല ചേച്ചിനെ. ചേച്ചിയുടെ ഇഷ്ടപ്രകാരം തന്നെ വന്നതല്ലേ. ഓടി അവിടത്തെ പിന്നെ ഞാൻ വിശ്വസിച്ച് എന്നെ അവിടെ ഒന്നും ഉണ്ടാക്കിയേ. ഓ പിന്നെ ആണോ? എന്നാ പിന്നെ വിളിക്ക്, വൈകിട്ട് വിളിക്കണേടി. ശരിയടി. ആരാ ചേച്ചി? സൗമ്യ ചേച്ചിയായിരുന്നോ? അല്ല, മമ്മി. മമ്മീനാണ് എടി പൊടി എന്നൊക്കെ വിളിച്ചേ? ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ലിയാ, ഫ്രണ്ട്സിനെ പോലെയാ. ഭയങ്കര ജോളിയാ അമ്മയായിട്ട്. അതല്ല, ഞങ്ങൾ 4 പേരും ഒറ്റക്കെട്ട് തന്നെ ആ കാര്യത്തില്. ആ എടിയേ, ഞാനേ ഇത് തേങ്ങ പൊതിച്ച് വെക്കുന്നുണ്ട്, നീ ഒന്ന് ചരണ്ടി താ കേട്ടോ. ഒന്ന് പോടി അവിടുന്ന്. നീ തന്നെ അങ്ങ് ചെയ്താൽ മതി, എന്നെ കൊണ്ടക്കും മേല. എന്നാ നീ പറഞ്ഞ ദേഷ്യം കൊണ്ട് പറയുന്നു? അമ്മേ, ചുമ്മാ പറഞ്ഞതാമേ. ഇങ്ങനെ പോയി കഴിഞ്ഞാണെങ്കിൽ അപ്പനും കയറി എടാന്ന് വിളിക്കുമല്ലോ. എന്നെ സ്വഭാവം അതൊക്കെ. അപ്പൊ സ്കോളർഷിപ്പ് കിട്ടിയാൽ കുറച്ച് കുറവുണ്ടാവും അല്ലേ ഫീസിലൊക്കെ? ആ, അവര് ട്രൈ ചെയ്ത് നോക്കാന്നാ പറഞ്ഞാമേ. ഇവളുടെ മാർക്ക് ലിസ്റ്റ് ഇതൊക്കെ വെച്ചിട്ട് അവർ യൂണിവേഴ്സിറ്റിക്കൊക്കെ അയച്ചിട്ട് പറയും അവര്. പിന്നെ കുറച്ച് പൈസ എന്തായാലും ആവും. പിന്നെ ഈ ബാങ്ക് ലോണൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ പരിപാടികളൊക്കെ അവർ ചെയ്തു തരും. അതിനെന്തിനാ ഇത്ര എക്സ്പെൻസിലോട്ടൊക്കെ പോകുന്നേ? എൻ്റെ ഒരു കസിൻ പുറത്ത് പോയി പഠിച്ചായിരുന്നു, ഇത്രയൊന്നും പൈസ ആയില്ലായിരുന്നു. പുറത്തുനിന്ന് പറഞ്ഞാൽ ജർമ്മനിയിൽ വല്ലതും ആണോ? അല്ല, തമിഴ്നാട്ടിലേ. അതാവുമ്പോൾ ഒരു 5-6 ലക്ഷത്തിന് കാര്യം തീരും. ബെസ്റ്റ്. എൻ്റെ വേറൊരു കസിൻ ഇതുപോലെ വെളിയിൽ പോയായിരുന്നേ. അപ്പോൾ ഇതുപോലെ ലോണും കുറേ സ്വർണ്ണമൊക്കെ വെച്ചിട്ടാ പോയത്. പക്ഷെ എന്താ, അതൊന്നും ശരിയായില്ല. അവിടെ നിന്ന് തിരിച്ചു പോരേണ്ട വന്നു. ഉള്ള മുടക്കിയ പൈസ മൊത്തം അങ്ങ് പോയി. അവളെ പഠിപ്പിക്കാനുള്ള കാര്യത്തിനെല്ലാം ഞങ്ങളിവിടെ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ട്.
ഒരു ബുദ്ധിമുട്ടും ഇല്ല. എന്തായാലും നിമ്മിയുടെ സ്വർണ്ണം ഇതിനു വേണ്ടി എടുക്കത്തേയില്ല. ഇവളുണ്ടായപ്പോഴേ ഞങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ പെങ്കൊച്ചാന്ന്. അപ്പോൾ മുന്നോട്ട് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാമല്ലോ. ഞങ്ങൾ അതിനനുസരിച്ചുള്ള എല്ലാം സ്വരുക്കൂട്ടി വെക്കുമായിരുന്നു. അല്ലവേ ഞാൻ പറഞ്ഞു വന്നതെന്ന് മനസ്സിലായി. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഫിനാൻഷ്യൽ പ്ലാനിങ് വേണമെന്ന്. ആ ചേട്ടാ ബജ്ജിക്കട കഴിഞ്ഞ് ലെഫ്റ്റുള്ള വഴി നേരെ പോന്നാൽ മതി. ആ ചേട്ടാ ഫോൺ വെച്ച് ഗൂഗിൾ പേ ചെയ്യും. ഇങ്ങനെ പോയ കുറേ ഫിനാൻഷ്യൽ പ്ലാനിങ് ഒക്കെ നടക്കും. എനിക്ക് ജോലി കിട്ടിയാൽ ഇതുപോലെ നമുക്കും ഒക്കെ മേടിച്ച് തരുമായിരിക്കും അല്ലേ? അത് അവൾക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്, ഇവിടെ ഇടക്കിടയ്ക്ക് വാങ്ങുന്ന. ഇച്ചായ ബിരിയാണി എനിക്കും ഇഷ്ടമാ. അതും പറഞ്ഞ് ഈ ആഴ്ച കഴിച്ചാൽ മുതലാവുമോ? എൻ്റെ വീട്ടിൽ അങ്ങനെയൊന്നുമല്ല. എൻ്റെ വീട്ടിൽ മാസത്തിൽ ഒന്ന് വെളിയിൽ പോകും. അതും എൻ്റെ പപ്പായുടെ ഒരു ഫ്രണ്ടിൻ്റെ കടയുണ്ട്, അവിടെ പോയി ഞങ്ങൾ കഴിക്കും. ഇതിപ്പോൾ ആഴ്ച കഴിക്കാനൊക്കെ പോയാൽ ചിലവാ. അമ്മേ, ഞങ്ങളെ അവളുടെ വീട് വരെ ഒന്ന് പോവാം. അവളുടെ ചേട്ടന് ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ഉണ്ട്. അപ്പോൾ അവിടെ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് സ്ഥലം ഇവള് കൂടെ ഒപ്പിട്ട് കൊടുക്കണമല്ലോ. ഒന്ന് പോയി നോക്കിയിട്ട് കേട്ടാ. അമ്മ പോയിട്ട് വരാവേ. വേഗം പോ, അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യും. പോവാ. നിനക്കാണെങ്കിൽ ഇതൊന്ന് ശരിയാക്കി വെച്ചോളൂ. എല്ലാത്തിനും എൻ്റെ കൈ തന്നെ വേണം. ഇവര് നേരത്തെ എങ്ങ് പോന്നോ? ഞാനോർത്ത് നിങ്ങൾ വൈകുന്നേരം വരത്തുള്ളന്ന്. നീ അകത്തോട്ട് നോക്കോ. എന്നാ പറ്റിയടാ? എൻ്റെ അമ്മ അവിടെ ചെന്നപ്പോഴേക്കും അറിഞ്ഞത് അവളുടെ അപ്പൻ്റെ പേരിലൊന്നും അല്ല സ്വത്ത്, അവളുടെ അപ്പൻ്റെ പേരിലാണ്. ഇനിയിപ്പോൾ അത് കിട്ടണമെങ്കിൽ അവരുടെ മക്കളുടെ മക്കളൊക്കെ എല്ലാം ഒന്ന് ഒപ്പിടണം, എന്നാലേ കിട്ടുള്ളൂ. പിന്നെ ഇവർ 4 പേരും ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും വെറുപ്പിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് കിട്ടുമെന്ന് തന്നെ സംശയമാണ്. ഇതോർത്ത് ടെൻഷൻ അടിക്കുമൊന്നും വേണ്ടെന്നേ. ഇപ്പം കിടപ്പാടില്ലെന്ന് പറഞ്ഞാൽ എല്ലാവരും സഹകരിച്ച് അങ്ങ് ഒപ്പിട്ട് കൊടുക്കും. എന്നാന്നൊക്കെ പറഞ്ഞാലും അവരിപ്പോഴും 4 പേരും ഒറ്റക്കെട്ടല്ലേ. എൻ്റെ അമ്മ അതല്ല രസം. അവിടെ ചെന്നപ്പോഴേക്കും അവളുടെ അപ്പന് പിടിപ്പില്ലെന്ന് പറഞ്ഞിട്ട് അവളുടെ ചേട്ടൻ അപ്പൻ്റെ ചാടി ഒരൊറ്റ അടി. എന്നിട്ട് ഇവളും ഇവളുടെ വീട്ടുകാരും നാട്ടുകാരും പിന്നെ അവരുടെ ബന്ധുക്കളും എല്ലാവരും കൂടെ കൂടി തമ്മിലടി. എന്നിട്ട് ഒരു വിധത്തിലാണ് ഞാൻ ഇവിടെ വിളിച്ചോണ്ടിങ്ങ് പോകുന്നത്. അങ്ങ് ചെയ്താ മതി. ഡയലോഗ് പറഞ്ഞില്ല. അവളുടെ അപ്പൻ്റെ പേരിലുള്ള സ്വത്ത് ഒന്നുകൂടെ ചെന്നപ്പോഴേക്കും അവളുടെ അപ്പന് പിടിപ്പ് ഇല്ലെന്ന് സോറി പിടിപ്പില്ലെന്ന്. ആ പിടിപ്പുകേട് എൻ്റെ വായിക്കത്ത് ഇങ്ങനെ കിടന്ന്. അവിടെ എഡ്യൂക്കേഷനൊക്കെ ഭയങ്കര ചീപ്പാ. 6-7 ലക്ഷം ആയിപ്പോയി. കാശ് മേടിച്ചായിരുന്നു. ആ പറഞ്ഞ തീയതിക്ക് എൻ്റെ അപ്പൻ്റെ സോറി അമ്മ നടന്ന് കൊച്ചില്ലതായെന്ന് പറഞ്ഞ പോലത്തെ കഴി. Subscribe my channel.